JWK ഹെഡർ ഇഞ്ചക്ഷൻ വഴി എങ്ങനെ നമുക്ക് JWT ഓതന്റിക്കേഷൻ ബൈപ്പാസ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്കറിയാം JWTയിൽ 3 പാർട്ടുകളുണ്ട്. ദ ഹെഡർ പാർട്ട് ആൻഡ് പേലോഡ് പാർട്ട് ആൻഡ് സിഗ്നേച്ചർ പാർട്ട്. ഇത് JWT നമ്മൾ മേക്ക് ചെയ്തിരിക്കുന്നത് എന്തൊക്കെ വെച്ചിട്ടാണ്? കീയും അതേപോലെ നമ്മൾ അതുപോലെ സിഗ്നേച്ചർ അല്ലെങ്കിൽ എൻക്രിപ്ഷനും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ JWT മേക്ക് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ കീ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? കീനെ സൈൻ ചെയ്യുന്നുണ്ട്. എന്ത് വെച്ചിട്ടാണ് സൈൻ ചെയ്യുന്നത്? നമ്മുടെ പ്രൈവറ്റ് കീ വെച്ചിട്ട് നമ്മൾ അത് സൈൻ ചെയ്യും. അത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെ പബ്ലിക് കീ വെച്ചിട്ടാണ്. ഓക്കെ, ഒരു ഡീഫാൾട്ട് ഒരു സർവറിൽ JWT വെച്ചിട്ടാണ് ഓതന്റിക്കേഷൻ എങ്കിൽ അവരുടെ സർവറിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ നമ്മൾ ഓതന്റിക്കേഷൻ നടത്തുന്നത് അവരുടെ സർവറിലാണ് എന്തുണ്ടാവുക? പബ്ലിക് കീസുകൾ ഉണ്ടാവുക. ഈ പബ്ലിക് കീ എപ്പോഴും വൈറ്റ് ലിസ്റ്റഡ് പബ്ലിക് കീസ് മാത്രമേ അവരവിടെ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, ഏതെങ്കിലും ഒരു യൂസർ ഓതന്റിക്കേഷൻ നടത്തുന്ന സമയത്ത് ഈ ഒരു ജെനുവിൻ ആയിട്ടുള്ള പബ്ലിക് കീസ് യൂസ് ചെയ്തിട്ടാണ് ഓരോ യൂസറിനെയും വെരിഫൈ ചെയ്യുന്നത്. ഓരോ യൂസറിന്റെ റിക്വസ്റ്റിനെ വെരിഫൈ ചെയ്യുന്നത് ഈ ജെനുവിൻ ആയിട്ടുള്ള വൈറ്റ് ലിസ്റ്റഡ് ആയിട്ടുള്ള പബ്ലിക് കീ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, എന്നാൽ ഇവിടെ സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് കീ യൂസ് ചെയ്തിട്ടും നമുക്ക് തന്നെ സർവറായിട്ട് ഏത് കീ യൂസ് ചെയ്തിട്ടും സൈൻ ചെയ്യാൻ പറ്റും. ദെൻ നമ്മൾ സൈൻ ചെയ്യുന്ന കീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പബ്ലിക് കീയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? URL വഴി സെൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ JWT ഹെഡർ വഴി സെൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ടാർഗറ്റ് സർവർ ആണെങ്കിലോ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് ലിസ്റ്റ് ഒന്നും അവർ നോക്കുന്നില്ല. ഏതൊരു പബ്ലിക് കീയും വെരിഫൈഡ് ആയിട്ടുള്ള RSAക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതൊരു പബ്ലിക് കീ വന്നു കഴിഞ്ഞാലും അവരത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഒരു ഓതന്റിക്കേഷൻ അറ്റാക്ക് അല്ലെങ്കിൽ ഓതന്റിക്കേഷൻ ബൈപ്പാസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഓൾറെഡി JWK ഉണ്ട്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ സൈൻ കീ അവിടെ കൊടുക്കാൻ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ടും സൈൻ കീനെ ഡീക്രിപ്റ്റ് ചെയ്യാൻ വെരിഫൈ ചെയ്യാൻ ഒരു പബ്ലിക് കീ വേണം. ആ പബ്ലിക് കീയും നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തന്നെ കൊടുക്കാൻ പറ്റും. ഇതൊന്നും ആരും വെരിഫൈ ചെയ്യുന്നില്ല, നമ്മുടെ സർവർ വെരിഫൈ ചെയ്യുന്നില്ല. റിയൽ ടൈമിൽ എന്താണ് ചെയ്യേണ്ടത്? സർവറാണ് കുറെ പബ്ലിക് കീ സർവറിന്റെ കയ്യിൽ സൂക്ഷിച്ചു വെക്കേണ്ടത്. സർവറിന്റെ കയ്യിൽ ലിമിറ്റഡ് പബ്ലിക് കീ സർവർ സൂക്ഷിച്ചു വെക്കും. ആ പബ്ലിക് കീസ് യൂസ് ചെയ്തിട്ടാണ് സർവർ എന്ത് ചെയ്യേണ്ടിയിരുന്നത്? വെരിഫൈ ചെയ്യേണ്ടിയിരുന്നത്. ഇവിടെ നമുക്ക് ഏത് കീ യൂസ് ചെയ്തിട്ടും നമുക്ക് ഇതേപോലെ സൈൻ ചെയ്യാനും പറ്റും. സോ നമ്മൾ സൈൻ ചെയ്യുന്ന കീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പബ്ലിക് കീ നമ്മൾ ജനറേറ്റ് ചെയ്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വെച്ചിട്ടാണ് അവരവിടെ വെരിഫൈ ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? JWT ഓതന്റിക്കേഷൻ ഇതുവഴി ബൈപ്പാസ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ദെൻ JWTയുടെ ഒരു ഹെഡർ ഫോർമാറ്റ് എങ്ങനെയാണ്? JWTയുടെ ഒരു ഫോർമാറ്റ് എന്നുള്ളൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. ദെൻ പ്രത്യേകം അവർ പറയുന്നുണ്ട് സർവർ ഷുഡ് ബി ഓൺലി ലിമിറ്റഡ് വൈറ്റ് ലിസ്റ്റ് ഓഫ് പബ്ലിക് കീസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അവിടെ എന്തിനു വേണ്ടിയിട്ട്? JWT സിഗ്നേച്ചറിനെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ മിസ്കോൺഫിഗേർഡ് സർവർ എന്ത് ചെയ്യുന്നുണ്ട്? അവർ ഏത് കീയും ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? JWK പാരാമീറ്ററിൽ എംബഡ് ചെയ്ത് അയക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളുടേതായ ഒരു RSA കീ വെച്ചിട്ട് അതിനെ ബൈൻഡ് ചെയ്യുന്നു. സോ നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെതായ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പബ്ലിക് കീ അതിന്റെ കൂടെ എംബഡ് ചെയ്ത് അയക്കാനും പറ്റും. ഓക്കെ, അപ്പൊ ഇത് അറ്റാക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ടാസ്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? മൈ അക്കൗണ്ട് എടുത്ത് ലോഗിൻ ചെയ്യാം. സ്വാഭാവികമായിട്ടും ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു JWT ജനറേറ്റ് ആയിട്ടുണ്ടാവും. ഞാനത് എന്ത് ചെയ്യുന്നു? എൻ്റെ ബർപ്പിൽ അത് ക്യാപ്ചർ ചെയ്യുന്നു. ബർപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആ ഒരു JWT ഹെഡർ ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് അത് റിപ്പീറ്ററിലേക്ക് സെൻഡ് ചെയ്യുന്നു. ദെൻ റിപ്പീറ്ററിൽ ജസ്റ്റ് ആ റിക്വസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്യാം. റിക്വസ്റ്റ് എന്താണ്? നമുക്കിവിടെ വർക്കിംഗ് ആണ് എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാൻ പറ്റും. ദെൻ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു? ഒരു JWT കീ RSA കീ ഞാൻ ജനറേറ്റ് ചെയ്യുന്നു. സോ അതിന് വേണ്ടിയിട്ട് JWT എഡിറ്ററിൽ പോകുന്നു. ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന ഒരു കീ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഓക്കെ, ദെൻ ന്യൂ RSA കീ പ്രൈവറ്റ് കീ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ജസ്റ്റ് ജനറേറ്റ് എന്ന് കൊടുത്താൽ മതി. അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഡെമോ കീ ജനറേറ്റ് ആവും. ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കീ ജനറേറ്റ് ആവും. ദെൻ തിരിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ റിപ്പീറ്ററിൽ വരുന്നു. റിപ്പീറ്ററിൽ JSON വെബ് ടോക്കൺ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുന്നു. അവിടെ നമുക്ക് എന്താണ്? JSON ടോക്കൺസിനെ നമുക്ക് ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബാക്ക് സെക്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? സൈനിന് വേണ്ടിയിട്ട് നമ്മളുടെ കീ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്ത് ചെയ്തു? നമ്മൾ നമ്മുടെ കീ യൂസ് ചെയ്തു, സെൻഡ് കൊടുക്കുന്നു. പക്ഷെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല? നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എംബഡഡ് JWK നമ്മളിവിടെ ആഡ് ചെയ്യുന്നു. ഓക്കെ,
എന്ന് പറഞ്ഞാൽ നമ്മുടെ JWക്ക് നമ്മൾ ഇതിന്റെ കൂടെ എംബെഡ് ചെയ്യുന്നു. നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കീ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, റിക്വസ്റ്റ് കൊടുക്കുന്നു. റിക്വസ്റ്റ് വർക്ക് ആവുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യുന്ന കീ അവിടെ ടാർഗറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, നമ്മളൊരു RSA കീ ആഡ് ചെയ്തായിരുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പബ്ലിക് കീ നമ്മൾ ഒപ്പം ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് എംബെഡ് ചെയ്ത് അയച്ചു കൊടുത്തു. അത് രണ്ടും അവിടെ വെരിഫൈ ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ റിക്വസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ റിക്വസ്റ്റിൽ നമ്മൾ ഇനി കുറച്ച് മാറ്റങ്ങൾ വരുത്തുകയാണ്. ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ സബ് എന്നുള്ളത് മാറ്റിയിട്ട് ആരാക്കി കൊടുക്കുകയാണ്, അഡ്മിനിസ്ട്രേറ്റർ എന്നാക്കി കൊടുക്കുകയാണ്. ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ ലൊക്കേഷൻ ഇവിടെയും ഞാൻ എന്ത് ചെയ്യുന്നു, അഡ്മിനിസ്ട്രേറ്റർ എന്നാക്കി കൊടുക്കുന്നു. ഓക്കെ, ഇപ്പൊ യൂസർ ഐഡിയും എന്തായി, അഡ്മിനിസ്ട്രേറ്റർ ആയി. അതേപോലെ JSON ടോക്കണിന്റെ ഉള്ളിലും നമ്മൾ എന്ത് ചെയ്തു, യൂസർ ID അഡ്മിനിസ്ട്രേറ്റർ ആക്കി മാറ്റി. നമ്മൾ സൈൻ ചെയ്തു, നമ്മൾ എക്സ്ട്രാ ഫീൽഡ് ആഡ് ചെയ്തു. സെയിം യുവർ യൂസർ നെയിം ഈസ് എന്ന് പറഞ്ഞ് വീണ്ടും കാണിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഓരോ തവണ നിങ്ങൾ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാലും ഇവിടെ എന്ത് ചെയ്യണം, സൈനിങ്ങും അതേപോലെ അറ്റാക്ക് എംബെഡഡ് JWക്കിന്റെ ഉള്ളിൽ അത് എംബെഡ് ചെയ്യാൻ വേണം. ഓക്കെ, നമ്മളിപ്പോൾ ആരായിട്ട് മാറി, അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് മാറി. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഏത് പേജിലേക്കുള്ള ആക്സസ് ഉണ്ട്, ഈ പറയുന്ന പോലെ അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ടിലേക്കുള്ള അഡ്മിൻ പേജിലേക്കുള്ള ആക്സസ് ഉണ്ട്. /admin എന്ന് കൊടുക്കുന്നു. സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അഡ്മിൻ ഷെല്ലിലേക്ക് എത്തുന്നുണ്ട്, അഡ്മിൻ പാനലിലേക്ക് എത്തുന്നുണ്ട്. ഇവിടെ നമുക്ക് ആരെ ഡിലീറ്റ് ചെയ്യണം, നമ്മളുടെ കാർലോസിനെ ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ കാർലോസിനെ ഡിലീറ്റ് ചെയ്യാനുള്ള കമാൻഡ് ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ലിങ്ക് ഇവിടെ ഉണ്ട്. സോ ആ ലിങ്ക് കോപ്പി ചെയ്യാം. ജസ്റ്റ് അത് റീപ്ലേസ് ചെയ്തു. ദെൻ സെൻഡ് കൊടുക്കുമ്പോൾ നമ്മളുടെ റൂം എന്തായി, ഇത് കംപ്ലീറ്റഡ് ആയി. ജസ്റ്റ് ഇവിടെ ഫോളോ റീഡയറക്ഷൻ എന്ന് കൊടുക്കാം. സോ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ ലാബ് സോൾവ് ആയി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ഈ പറയുന്ന പോലെ JWKയിൽ നമ്മൾ ഇഞ്ചക്ഷൻ നടത്തി, അതുവഴി നമ്മൾ JWT ഓതന്റിക്കേഷൻ ബൈപ്പാസ് ചെയ്തു.